ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അത് തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ്. ഇത് VFX ഡിവൈസ് ഞാൻ യൂസ് ചെയ്താണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതൊന്ന് യൂസ് ചെയ്യണം, എന്താണ് ഇതിൻ്റെ ഒരു ഫീലിങ്സ് ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം യൂട്യൂബിലാണെങ്കിലും എല്ലാം ഭയങ്കര ട്രെൻഡിങ്ങായിട്ടിരുന്നൊരു സംഭവമായിരുന്നു ഈ ഡിവൈസ് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പ്രഷൻസും അങ്ങനെ ഇങ്ങനെ ബഹളങ്ങളും എല്ലാം എന്നെ പോലെ തന്നെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു യൂസ് ചെയ്യണമെന്ന്. അപ്പം നമ്മുടെ തിരുവല്ലയിലെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ഒരു എക്സിബിഷൻ നടന്നു. അപ്പം ഞാൻ അവിടെ ഒന്ന് എൻട്രി ചെയ്തു. അപ്പം ഒരാൾക്ക് എൻട്രി ഫീസ് 100 റുപ്പീസാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടെ കയറിയപ്പോഴാണ് എനിക്ക് ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയത്. അന്നേരത്തെ ഒരു എക്സ്പ്രഷനും ഭാവമൊക്കെയാണ്. എല്ലാവരെ പോലെ തന്നെ ഞാനും ബിൽഡപ്പൊക്കെ ഇട്ടു. ഇനിയും എൻ്റെ മുഖത്ത് അധികം ഭാവങ്ങളൊന്നും വരത്തില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ എൻ്റെ എടുത്ത വീഡിയോ കണ്ടപ്പോഴാണ് എന്നിൽ ഇത്രയും ഭാവങ്ങൾ വന്നു എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ ഇത്രയും തലയിട്ട് അനക്കുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്ക്രീനിൽ കാണുന്നൊരു പിക്ചർ ഉണ്ടല്ലോ, ഒരു ഗെയിം, അതാണ് ഞാൻ ഈ VFX ഡിവൈസിൽ കൂടെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അത് നമ്മൾ നേരെ നോക്കി കഴിയുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു കണ്ണാടി നെറ്റിനകത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. നമ്മൾ തല സൈഡിലോട്ടൊക്കെ ചരിക്കുമ്പോൾ നമുക്ക് ആ സൈഡ് വശം കാണും. എന്ന് വെച്ചാൽ ഒരു വണ്ടിക്കകത്ത് നമ്മൾ നേരെ പോകുന്നു, സൈഡ് വശം കാണുമ്പോൾ ചരിഞ്ഞ് നോക്കുന്നു. അതേ ഒരു ഫീൽ. എന്തോ ഷൂട്ടിങ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഡിവൈസ് കൊണ്ട് പ്രസ് ചെയ്താൽ ഷൂട്ട് ചെയ്യാം, അങ്ങനെ ഒരു ഇതാണ്. നമ്മൾ കുറേ നേരം അതിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ലയിച്ചു പോകും. കുറച്ച് സമയമല്ലേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, എന്നാലും എന്താ പറയുന്നത്, എൻ്റെ മനസ്സിന് അതൊരു എന്താ പറയുക, അതിനകത്തേക്കൊന്നും നമ്മൾ അറിയാതെ ലയിച്ചു പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ സമയം നമ്മളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ, നമ്മൾ ആ ഒരു ലോകത്തേക്ക് പോകുന്നു എന്ന് നമുക്ക് മീൻസ് നമ്മുടെ ബ്രെയിന് തോന്നിപ്പോകും. അങ്ങനെ ഒരു സംഭവമാണ്. അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ വെച്ചേക്കുന്നുണ്ടപ്പോൾ കുഞ്ഞിനും ആഗ്രഹം തോന്നി, അവനും വെക്കണം, അവനും അത് കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ അവനും വെച്ച് കൊടുത്തു. അവനും അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് കാണണം, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഇങ്ങനെ റോബോട്ടിക് സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് വിട്ടോളൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്കൂടെ അതിനകത്ത് ഇതുള്ളൂ, എക്സിബിഷൻ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് ഡേറ്റ് ശരിക്കും ഓർമ്മയില്ല. ഇതിനകത്ത് എൻട്രി ഫീസ് 100 റുപ്പീസാണ്. കുട്ടികൾക്കാണെങ്കിൽ 50 രൂപയാണ് ഇതിനകത്ത് എൻട്രി ഫീസ്. അത് മാത്രമല്ല, അവിടെ കാണുവാൻ ധാരാളം നമുക്ക് മനസ്സിലാക്കുവാനും അറിയുവാനും നമ്മുടെ മനുഷ്യ ശരീരത്തെ പറ്റിയാണെങ്കിലും അതേപോലെ തന്നെ റോബോട്ട്സിനെ പറ്റിയാണെങ്കിലും ഒക്കെ ഒരുപാട് അറിയുവാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. കാണാൻ പറ്റുന്നവർ പോയി കാണുക, കണ്ടവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീക്കൂടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഞാൻ ഈ VFX ഈ ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ ഞാൻ ഈ VFX ഡിവൈസ് അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഫീലിങ്സ് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള വീഡിയോസ് ഞാൻ പുറകാലെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ ഇത് കാണുന്ന കുഞ്ഞാണ്, അവനും എന്നെപ്പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായി. അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്താണ്. അവനെ പേടിച്ചും പിടിച്ചും ഒന്നുമില്ല, അവനത് ശരിക്കും ആസ്വദിച്ചു, അവനങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയി വീണ്ടും വരാം. ബൈ ബൈ, സീ യു സൂൺ.